ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് എക്സാമിൻ്റെ ഒരു ലാസ്റ്റ് ആയിട്ടുള്ള റിവിഷനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാലകളും അതിന് സഹായിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭിലായ് ഛത്തീസ്ഗഡ് ആരുടെ സഹായത്തോടെയാണ്? സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ് സ്ഥാപിതമായത്. ബൊക്കാറോ ജാർഖണ്ഡ് സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ തന്നെയാണ്. റൂർക്കേല ഒഡീഷ ജർമ്മനിയുടെ സഹായത്തോടെ. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടൻ്റെ സഹായത്തോടെയാണ് രൂപീകൃതമായത്. DRDO സ്ഥാപിതമായത് 1958 എപ്പോഴാണ്? 1958 DRDO സ്ഥാപിതമായത്. 1948 ഓഗസ്റ്റ് 10 ഹോമി ജെ ബാബയുടെ അധ്യക്ഷതയിൽ ആറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിതമായത്. അപ്പോൾ DRDO 1958, 1948 ആറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിതമായത്. 1954 ഓഗസ്റ്റ് 3 മുംബൈ ആസ്ഥാനമായിട്ടാണ് ആണവോർജ വകുപ്പ് നിലവിൽ വന്നത്. എവിടെ ആണവോർജ വകുപ്പ് നിലവിൽ വന്നത്? 1954 ഓഗസ്റ്റ് 3 മുംബൈ ആസ്ഥാനമായിട്ടാണ്. ഈ ഹോമി ജെ ബാവ എന്ന് പറയുന്നത് ഇന്ത്യൻ ആണവോർജത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ആണവോർജത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. BARCയുടെ ആദ്യ ഡയറക്ടറാണ്. ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ്. ഇദ്ദേഹം നേതൃത്വം നൽകിയ സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇന്ത്യൻ ആണവോർജ കമ്മീഷനും. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിതമായത് 1948 ഓഗസ്റ്റ് 10 ഹോമി ജെ ബാവയുടെ നേതൃത്വത്തിലാണ്. പിന്നെ പറയുന്നതാണ് വിക്രം സാരാഭായ്. ആണവശാസ്ത്ര മേഖലയിലും അതുപോലെ ബഹിരാകാശ മേഖലയിലും നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തിയാണ്. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പിയാണ്. ഇതിൻ്റെ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പിയാണ്. അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രത്തിൻ്റെ ശില്പി കൂടിയാണ്. ISROയുടെ ആദ്യ ചെയർമാനാണ്. പിന്നെ APJ അബ്ദുൽ കലാം, ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നതും ആരാണ്? APJ അബ്ദുൽ കലാമാണ്. SLV-3, PSLV എന്നിവ വികസിപ്പിച്ചതും ഇദ്ദേഹമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്ന് പറയുന്നത് തുമ്പയാണ്. തുമ്പ തിരുവനന്തപുരമാണ്. ഏതാണ്? റോക്കറ്റാണ് കേട്ടോ. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ എന്ന് പറയുന്നത്. ആദ്യ കൃത്രിമ ഉപഗ്രഹം എന്തായിരുന്നു? ആര്യഭട്ടയായിരുന്നു ആദ്യ കൃത്രിമ ഉപഗ്രഹം. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം എന്നിവയുടെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ വിക്രം സാരാഭായ് ആണ്. ആരാണ്? വിക്രം സാരാഭായ്. നമ്മൾ നേരത്തെ പറഞ്ഞു തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പിയാണ് വിക്രം സാരാഭായ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 1962 ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി സ്ഥാപിതമായത്. ഏതാണ്? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിതമായത് 1962. ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയിൽ സ്ഥാപിതമായത് 1962. 1963 നവംബർ 21 ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ചു. US നിന്ന് സംഭരിച്ച നെയ്ക് അപ്പാച്ചെയാണ് വിക്ഷേപിച്ചത്. 1965 തുമ്പയിൽ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്റർ സ്ഥാപിച്ചു. 1969 ഓഗസ്റ്റ് 15 ISRO സ്ഥാപിതമായി. എപ്പോഴാണ്? 1969 ഓഗസ്റ്റ് 15 ISRO സ്ഥാപിതമായത്. 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് നമ്മൾ പറഞ്ഞു. 1969 ISRO നിലവിൽ വന്നു. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനാണ്. ആണവോർജ വകുപ്പിൻ്റെ കീഴിൽ നിന്നും ബഹിരാകാശ വകുപ്പിൻ്റെ കീഴിലേക്ക് മാറിയ വർഷമാണ് 1972 സെപ്റ്റംബർ എന്ന് പറയുന്നത്. ആദ്യ ചെയർമാൻ ഡോക്ടർ വിക്രം സാരാഭായ് ആണ്. ആദ്യ മലയാളി ചെയർമാനായത് ആരാണ് ചോദിച്ചാൽ പ്രൊഫസർ MGK മേനോനാണ്. തുമ്പ നമ്മൾ പറഞ്ഞ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണെന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് തുമ്പയാണ്. അപ്പോൾ DRDO സ്ഥാപിതമായത് എപ്പോഴാണ്? 1958. ISRO സ്ഥാപിതമായത് 1969. ഇനി നമുക്ക് ആണവ നിലയങ്ങൾ നോക്കാം.
താരാപൂർ ആണവ നിലയം സ്ഥാപിതമായത് 1969 ഒക്ടോബർ 28-നാണ്. മഹാരാഷ്ട്രയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ സഹായിച്ച രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. ആരാണ് സഹായിച്ചത്? അമേരിക്കയാണ് ഇതിന് സഹായിച്ച രാജ്യം. ഇതിൻ്റെ സ്ഥാപിത ശേഷി 1400 മെഗാവാട്ടാണ്. 1400 മെഗാവാട്ടാണ് ഇതിൻ്റെ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത്. അടുത്തത് രാവത് ഭട്ട സ്ഥാപിതമായത് 1973-ലാണ്. ഇതുള്ളത് രാജസ്ഥാനിലാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ്. ഇതിൻ്റെ നിർമ്മാണത്തിന് സഹായിച്ചത് കാനഡയാണ്. അപ്പോൾ രാവത് ഭട്ടയ്ക്ക് സഹായിച്ചത് കാനഡ, താരാപൂറിനെ സഹായിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. കൽപ്പാക്കം സ്ഥാപിതമായത് 1984-ലാണ്. സ്ഥാപിത ശേഷി 440 മെഗാവാട്ടാണ്. ഇത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് നറോറ സ്ഥിതി ചെയ്യുന്നത് യു-പിയിലാണ്. നറോറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? യു-പിയിലാണ് നറോറ സ്ഥിതി ചെയ്യുന്നത്. 1991-ലാണ് സ്ഥാപിതമായത്. അതിൻ്റെ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത് 440 മെഗാവാട്ടാണ്. അടുത്ത കക്രപ്പാറ എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലാണ് സ്ഥാപിതമായത്. 1993-ലാണ്. സ്ഥാപിത ശേഷി 440 മെഗാവാട്ടാണ്. 440 മെഗാവാട്ടാണ്. അടുത്തത് കൈഗ സ്ഥാപിതമായത് 2000-ലാണ്. കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് 962 ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച് ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ ഇന്ത്യൻ ആണവ നിലയം കൂടിയാണ് കൈഗ എന്ന് പറയുന്നത്. 880 മെഗാവാട്ടാണ്. കൂടംകുളം എവിടെയാണ്? തമിഴ്നാട്ടിലാണ് സ്ഥാപിതമായത്. 2013-ലാണ്. നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ്. ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ആണവ നിലയമാണ് കൂടംകുളം എന്ന് പറയുന്നത്. 2000 മെഗാവാട്ടാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്? കൂടംകുളമാണ്. തമിഴ്നാട്ടിൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. കൽപ്പാക്കം ഉണ്ട്, കൂടംകുളം ഉണ്ട്. ഇത് രണ്ടും തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. താരാപൂർ എവിടെയുള്ളത്? മഹാരാഷ്ട്രയിൽ. രാവത് ഭട്ട കോട്ട രാജസ്ഥാനിൽ. നറോറ ഉത്തർപ്രദേശ്. കക്രപ്പാറ ഗുജറാത്ത്. കൈഗ കർണാടക എന്നിവിടങ്ങളിലൊക്കെയാണ് എന്തുള്ളത്? ഈ ആണവോർജ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ആണവ വൈദ്യുത നിലയങ്ങളെ നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇന്ത്യയിൽ ആണവ നിലയങ്ങളെ നിയന്ത്രിക്കുന്നത്. ആണവ റിയാക്ടറുകളിൽ നടക്കുന്ന പ്രക്രിയ ഏതാണെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയർ ഫിഷൻ ആണ്. ആണവ റിയാക്ടറിൽ നടക്കുന്നത് ന്യൂക്ലിയർ ഫിഷൻ ആണ് നടക്കുന്നത്. ആറ്റം ബോംബിൽ നടക്കുന്നതും ന്യൂക്ലിയർ ഫിഷൻ തന്നെയാണ്. അപ്പോൾ ആണവോർജം, ആറ്റം ബോംബ് എന്നിവയിലൊക്കെ ന്യൂക്ലിയർ ഫിഷൻ ആണ്. നക്ഷത്രങ്ങളിൽ നടക്കുന്നത് എന്താണ്? ഫ്യൂഷൻ ആണ്. നക്ഷത്രങ്ങളിൽ നടക്കുന്നത് എന്താണ്? ഫ്യൂഷൻ ആണ് നടക്കുന്നത്. ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്നതും ഫ്യൂഷനാണ്. അപ്പോൾ ആറ്റം ബോംബ് ആണവ റിയാക്ടറിൽ ഫിഷനും, അതുപോലെ നക്ഷത്രങ്ങളിലും ഹൈഡ്രജൻ ബോംബിലും നടക്കുന്നത് എന്താണ്? ഫ്യൂഷനുമാണ് നടക്കുന്നത്. അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി 1954-ലാണ് നിലവിൽ വന്നത്. അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ് എന്തിൻ്റെ ലക്ഷ്യം? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ലക്ഷ്യം. സംഗീത നാടക അക്കാദമി നിലവിൽ വന്നത് 1953-ലാണ്. ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. ഈ പറയുന്നതിൻ്റെ ഒക്കെ ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ് കേട്ടോ. ഏതിൻ്റെ? കേന്ദ്ര സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, ലളിതകലാ അക്കാദമി, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്നിവയുടെ ഒക്കെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അപ്പോൾ സംഗീത നാടക അക്കാദമി എപ്പോഴാണ് വന്നത്? 1953-ലാണ്. സംഗീതം, നാടകം, നൃത്തം എന്നീ മേഖലകൾക്ക് മുൻതൂക്കം നൽകുന്നതാണ് സംഗീത നാടക അക്കാദമി എന്ന് പറയുന്നത്. ഈ മേഖലയിലെ കലാകാരന്മാർക്ക് പ്രോത്സാഹനാർത്ഥം ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും നൽകി വരുന്നുണ്ട്. അടുത്തത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ 1959-ആണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായതാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്നത് എല്ലാ വർഷവും നാടകമേള നടത്തുന്നു. ലളിതകലാ അക്കാദമി 1954-ലാണ് നിലവിൽ വന്നത്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യക്ക് അകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്ഥാപനം ഏതാണ്? ലളിതകലാ അക്കാദമിയാണ്. അടുത്തത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായനയുടെ പ്രാധാന്യം വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്
നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ മുന്നേറ്റങ്ങൾ. ഒന്നാമതാണ് ചാന്നാർ ലഹള. ചാന്നാർ ലഹളയെ തന്നെയാണ് മാറുമറയ്ക്കൽ ലഹള എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ചാന്നാർ ലഹള നടന്നത് 1859 എപ്പോഴാണ്? 1859 ഒന്നാം ചാന്നാർ ലഹള നടന്നത് 1822 ഇതിന് പ്രചോദനം നൽകിയത് ചോദിക്കുകയാണ് പറഞ്ഞാൽ വൈകുണ്ഠ സ്വാമികളാണ്. ആരാണ് പ്രചോദനം നൽകിയത്? വൈകുണ്ഠ സ്വാമികളാണ്. ഇന്നലെ നമ്മൾ രാജാക്കന്മാരുടെ പേര് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. 1859 ജൂലൈ 26 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അടുത്തത് മലയാളി മെമ്മോറിയൽ. ഇതും നമ്മൾ പറഞ്ഞു 1891 മലയാളി മെമ്മോറിയൽ വന്ന് 10,028 പേര് ഒപ്പിട്ടുണ്ടായിരുന്നു. ജനുവരി 1 അത് സമർപ്പിച്ചത് എന്ന് പറഞ്ഞു. ആർക്കാണ് സമർപ്പിച്ചത്? ശ്രീ മൂലം തിരുനാളിനാണ് ഇത് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തിരുവിതാംകൂറുകാർക്ക് എന്നുള്ള മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. അടുത്തത് ഈഴവ മെമ്മോറിയൽ. 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ വന്നിട്ടുണ്ടായിരുന്നത്. നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. ഇതും ശ്രീമൂലം തിരുനാളിന് തന്നെയാണ് സമർപ്പിച്ചത്. ഇതിൽ 13,176 പേര് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് രണ്ടാം ഈഴവ മെമ്മോറിയൽ. രണ്ടാം ഈഴവ മെമ്മോറിയൽ വന്നത് 1990 അപ്പോൾ ഈ മലയാളി മെമ്മോറിയൽ 91, ഈഴവ മെമ്മോറിയൽ 96. രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900 വന്നത്. കേഴ്സൺ പ്രഭുവിനാണ് ഇത് സമർപ്പിച്ചത്. ഡോക്ടർ പൽപ്പു തന്നെയായിരുന്നു. അതിനുശേഷം വന്നതാണ് അതിനുശേഷം വില്ലുവണ്ടി. നമുക്കറിയാമല്ലോ 1893 വില്ലുവണ്ടി സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു വില്ലുവണ്ടി സമരം അദ്ദേഹം നടത്തിയത്. പിന്നെ അയ്യങ്കാളിയുടെ തന്നെയാണ് പുലയ ലഹള. 1905 പുലയ ലഹള, കല്ലുമാല സമരം എന്നിവയെല്ലാം ആരുടെയാണ്? അയ്യങ്കാളിയുടേതാണ്. ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് പുലയ ലഹള നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥിയാണ് പഞ്ചമി എന്ന് പറയുന്നത്. ഇതിന് തന്നെയാണ് ഊരൂട്ടമ്പലം ലഹള എന്നും അറിയപ്പെടുന്നത്. കല്ലുമാല സമരമാണ് പെരിനാട് കലാപം എന്നറിയപ്പെട്ടത്. ഇതിന്റെ പിന്നിലും ആരാണ് ഉണ്ടായിരുന്നത്? അയ്യങ്കാളി തന്നെയാണ് ഉണ്ടായിരുന്നത്. അടുത്തത് പൗരസമത്വവാദ പ്രക്ഷോഭം 1919 ഹിന്ദുക്കളിലെ അവർണർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവരൊന്നും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. പൗര അവകാശങ്ങൾ നേടിയെടുക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത യാചനയാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. യാചനയാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ് യാചനയാത്രയുമായി ബന്ധപ്പെട്ടത്. 7 ദിവസം നീണ്ടുനിന്ന യാത്രയാണ്. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയാണ്. അടുത്തത് നിവർത്തന പ്രക്ഷോഭം 1932. ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് IC ചാക്കോയാണ്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ എന്നറിയപ്പെടുന്നത് കേരള കേസരിയാണ്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ എന്നറിയപ്പെടുന്നത്. അടുത്തത് വൈദ്യുതി പ്രക്ഷോഭം 1936. വൈദ്യുതി പ്രക്ഷോഭം നടന്ന ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. നേതൃത്വം നൽകിയത് ഇക്കണ്ട വാര്യറും CR ഉണ്ണിയും AR മേനോനും കൂടിയാണ്. ഈ വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചത് ആരാണ്? RK ഷൺമുഖം ചെട്ടിയാണ്. അടുത്തത് മോറാഴ സമരം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരമാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ സാധനങ്ങളുടെ അമിത വിലയ്ക്കും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പീഡനങ്ങൾക്കുമെതിരെയാണ് ഈ മോറാഴ സമരം നടന്നത്. 1940 സെപ്റ്റംബർ 15 ഈ സമരം നടന്നിട്ടുള്ളത്. എവിടെയാണ് നടന്നത്? കണ്ണൂരിലാണ് നടന്നത്. അടുത്തത് കയ്യൂർ സമരം 1941. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ കർഷക സമരമാണ്. എവിടെ നടന്നത്? കാസർഗോഡിലാണ്. അപ്പോൾ മോഴാര കണ്ണൂർ, വൈദ്യുതി തൃശ്ശൂർ, കയ്യൂർ കാസർഗോഡിലാണ് നടന്നത്. ഏത് താലൂക്കിലാണ്? ഹോസ്ദുർഗ് താലൂക്കിലാണ് നടന്നത്. ഇതിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് EK നയനാർ എന്ന് പറയുന്നത്. അടുത്തത് മേച്ചിൻപുല്ല് സമരം. മേച്ചിൻപുല്ല് സമരം നടന്നത് കണ്ണൂർ ജില്ലയിലാണ്. 1946 നടന്നിട്ടുണ്ടായിരുന്നത്.
ആരുടെ നേതൃത്വത്തിലാണ്? കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിലാണ് ഈ മേച്ചിൻ പുല്ല് സമരം നടന്നത്. കരിവെള്ളൂർ സമരം 1946 കരിവെള്ളൂർ സമരം നടന്നത്. ഇത് എന്തിനെതിരെയാണ്? പ്രഭുക്കന്മാരുടെ നെല്ല് പൂഴ്ത്തിവെപ്പിനെതിരെ നടന്നതാണ്. ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലാണ്. തോൽവിറക് സമരം നടന്നപ്പോഴാണ് 1946 വടക്കേ മലബാറിലെ ചീമേനിക്കാടുകളിൽ നിന്ന് തോലും വിറകും സൗജന്യമായി ശേഖരിക്കുകയെന്ന പരമ്പരാഗതമായി അനുഭവിച്ചു വന്നിരുന്ന സമ്പ്രദായം ഭൂവുടമകൾ തടസ്സപ്പെട്ടതിനെതിരെ വന്ന സമരമാണ്. സ്ഥലം കാസർഗോഡിലെ ചീമേനിയിലാണ്. അടുത്ത കൂത്താളി സമരം. കൂത്താളി എസ്റ്റേറ്റിലെ കർഷകന്മാരുടെ ഭൂമി മലബാർ കളക്ടർ പാട്ടത്തിനെടുത്തതിനെതിരെ കർഷകർ നടത്തിയ സമരമാണ്. എവിടെയാണത്? കോഴിക്കോടാണ് സ്ഥലം. അടുത്തത് MSP സമരം 1946 ഏപ്രിൽ 16 മലബാർ സ്പെഷ്യൽ പോലീസിന്റെ വേതനവും ആനുകൂല്യവും വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ടായ സമരമാണിത്. അടുത്തത് പുന്നപ്ര വയലാർ സമരം 1946 തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരാനിടയാക്കിയ സമരമാണ് പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. ഇത് എവിടെ നടന്നത്? ആലപ്പുഴയിലാണ് നടന്നത്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് സർ CP രാമസ്വാമി അയ്യറാണ്. ഇതിന്റെ മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നത്. തുലാംപത്ത് സമരം എന്നും ഇത് അറിയപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ? തുലാംപത്ത് സമരം എന്നും അറിയപ്പെട്ടിരുന്നു. അടുത്തത് മാഹി വിമോചന സമരം. ഈ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി എന്ന് ചോദിക്കുകയാണ് VS അച്യുതാനന്ദനാണ്. അടുത്ത മാഹി വിമോചന സമരം നടന്നത് 1948 ഈ സമരത്തിന്റെ നേതാവ് IK കുമാരൻ മാസ്റ്ററാണ്. അടുത്തത് പാലിയം സത്യാഗ്രഹം 1947 ഉദ്ഘാടനം ചെയ്തത് C കേശവനാണ്. സത്യാഗ്രഹം നടന്നത് എറണാകുളത്തിൽ വെച്ചിട്ടാണ്. ഭൂമിയുടെ പാളികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത്? ഭൂവൽക്കം. ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? ഭൂവൽക്കം എന്ന് പറഞ്ഞു. അതിനെ തന്നെ വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഇന്നത്തെ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്നാണ് പറയാ. സമുദ്ര ഭൂവൽക്കത്തിന് പറയുന്ന പേരെന്താണ്? സിമ എന്നാണ് പറയാ. സിലിക്ക, അലുമിനിയം, അതുപോലെ സിലിക്ക, മഗ്നീഷ്യം എന്നിവയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറഞ്ഞെന്താണ്? രണ്ടാമത്തെ എന്ത് പറഞ്ഞു? മാൻഡിൽ എന്ന് പറഞ്ഞു അല്ലെ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പാളിയാണ് ഈ മാൻഡിൽ എന്ന് പറയുന്നത്. മാൻഡിലിനെ തന്നെ 3ആയിട്ട് ഉപരിമാൻഡിൽ, മധ്യമാൻഡിൽ, കീഴ്മാൻഡിൽ എന്നിങ്ങനെ പറയാം. ഉപരിമാൻഡിൽ, കീഴ്മാൻഡിൽ, മധ്യമാൻഡിൽ. ഭൂവൽക്കത്തിൽ നിന്ന് വേർതിരിക്കുന്ന മേഖലയെ മാൻഡിലിനെ വേർതിരിക്കുന്ന ഇവിടെ ഭൂവൽക്കത്തിൽ നിന്ന് മാൻഡിലിനെ വേർതിരിക്കുന്ന ഈ മേഖലയാണ് മൊഹോ പരിവർത്തന മേഖല എന്നറിയപ്പെടുന്നത്. എന്താണ്? മൊഹോ പരിവർത്തന മേഖല എന്നറിയപ്പെടുന്നത്. ഭൂവൽക്കവും മാൻഡിലും അതിൻ്റെ ഉപരിഭാഗവും ചേർന്നിട്ടുള്ള ഭാഗമാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ശിലാമണ്ഡലം എന്ന് പറഞ്ഞു. അപ്പോൾ ഭൂവൽക്കത്തെയും മാൻഡിലിൽ നിന്ന് വേർതിരിക്കുന്ന മേഖലയാണ് മൊഹോ പരിവർത്തന മേഖല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും ചേർന്നുള്ള ഭാഗം എന്താണ്? ശിലാമണ്ഡലം എന്നാണ് അറിയപ്പെടുന്നത്. ഉപരിമാൻഡിലിനെയും കീഴ്മാൻഡിലിനെയും വേർതിരിക്കുന്നതാണ് റെപ്പിറ്റി പരിവർത്തന മേഖല എന്ന് പറയുന്നത്. കീഴ്മാൻഡിലിനെയും ഉപരികാമ്പിനെയും വേർതിരിക്കുന്നതാണ് ഗുഡൻസ്ബർഗ് പരിവർത്തന മേഖല. ഇങ്ങനെ കീഴ്മാൻഡിലിനെയും ഉപരികാമ്പിനെയും, അടുത്ത് നമ്മൾ കാമ്പ് പറയും, കോർ, ഇന്നർ കോർ, ഔട്ടർ കോർ, ഇന്നർ കോർ പറയും. അതിനെയും വേർതിരിക്കുന്നതാണ് ഗുഡൻസ്ബർഗ് മേഖല എന്ന് പറയപ്പെടുന്നത്. കാമ്പ് എന്നാണ് അറിയപ്പെടുന്നത്? നിഫെ എന്നറിയപ്പെടുന്നത്. നിക്കലും ഇരുമ്പുമാണ് അവിടെ കൂടുതലായി കാണപ്പെടുന്നത്. അതുകൊണ്ട് നിഫെ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കാമ്പാണ്. ഉത്തരപർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ട്രാൻസ് ഹിമാലയത്തിലാണ് വരുന്നത് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ. അപ്പോൾ ട്രാൻസ് ഹിമാലയം, കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഹിമാലയത്തിൽ എന്താ വരുന്നത്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവയാണ്. കിഴക്കൻ മലനിരകളിലോ പത്കായ്ബൂൺ, നാഗ കുന്നുകൾ, ഗാരോ, ഗാസി കുന്നുകൾ, മിസോ കുന്നുകൾ എന്നിവ വരുന്നത് കിഴക്കൻ മലനിരകളാണ്. അപ്പോൾ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിര, ട്രാൻസ് ഹിമാലയം, കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഹിമാലയം, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, കാരക്കോറം, കിഴക്കൻ മലനിരകൾ, പത്കായ്ബൂൺ, നാഗ കുന്നുകൾ, ഗാസോ, ഗാരി, ജയന്തിയ കുന്നുകൾ, അതുപോലെ മിസോ കുന്നുകൾ എന്നിവയാണ് അതിൽ വരുന്നത്.
ഇനി ഇതിൽ ഈ നമ്മൾ ഈ കുന്നുകൾ, കിഴക്കൻ കുന്നുകളിൽ പറഞ്ഞപ്പോൾ ഈ പത്കായ് ബൂങ് കുന്നുകൾ എവിടെയുള്ളത് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശിലാണ്. ഈ ഇടയ്ക്ക് ഏതോ ഒരു എക്സാമിന് ഇതിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് ഏതോ ദിശ എന്തോന്ന് ചോദിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. അപ്പോൾ പത്കായ് ബൂങ് കുന്നുകൾ എവിടെയുള്ളത്? അരുണാചൽ പ്രദേശിലാണ്. നാഗാ കുന്നുകളുള്ളത് നാഗാലാൻഡിലാണ്. മിസോ കുന്നുകളുള്ളത് എവിടെയാണ്? മിസോ കുന്നുകളുള്ളത് മിസോറാമിലാണ്. അതുപോലെ ഗാസി, ഗാരോ, ജയന്തിയ കുന്നുകളുള്ളത് മേഘാലയയിലാണ്. പത്കായ് ബൂങ് കുന്നുകളുള്ളത് അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിൽ ഏതൊക്കെയാണുള്ളത്? പത്കായ് ബൂങ് കുന്നുകളാണുള്ളത്. നാഗാലാൻഡിലെ നാഗാ കുന്നുകൾ, മിസോറാമിലെ മിസോ കുന്നുകൾ, മണിപ്പൂരിലെ മണിപ്പൂർ കുന്നുകൾ, അതുപോലെ മേഘാലയയിൽ ഗാസി, ഗാരോ, ജയന്തിയ കുന്നുകളാണ് ഉള്ളത്. ഇനി ഇതുപോലെ നദികളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തിന് പ്രാദേശിക വിഭജനം, നദികളുടെ അടിസ്ഥാനത്തിലുള്ള വിഭജനമാണ് അടുത്തത് പറയാൻ പോകുന്നത്. നദികളുടെ അടിസ്ഥാനത്തിൽ പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, ആസാം ഹിമാലയം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഈ പഞ്ചാബ് ഹിമാലയം സിന്ധു നദിക്കും സത്ലജ് നദിക്കും ഇടയിലാണുള്ളത്. എവിടെ? സിന്ധുവിനും സത്ലജിനും ഇടയിലാണ് ഉള്ളത്. ഇതിൻ്റെ പ്രധാന പർവ്വത നിരകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാരക്കോറം, ലഡാക്ക്, സസ്കറാണ്. കാരക്കോറം, ലഡാക്ക്, സസ്കറാണുള്ളത്. അപ്പോൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ നമ്മൾ ഏതിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരക്കോറം, ലഡാക്ക്, സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ വരുന്നത് ട്രാൻസ് ഹിമാലയത്തിലാണ്. അപ്പോൾ ആ ഭാഗം കാരക്കോറം, ലഡാക്ക്, സസ്കർ വരുന്നത്. അതുപോലെ പീർ പഞ്ചലം, ധൗലാധറോ ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ വരുന്നത് പഞ്ചാബ് ഹിമാലയത്തിലാണ് വരുന്നത്. അത് ഏതിൻ്റെ ഇടയിലാണെന്ന് ചോദിച്ചാൽ സത്ലജിൻ്റെയും സിന്ധുവിൻ്റെയും ഇടയിലാണ് വരുന്നത്. അടുത്തത് കുമയൂൺ ഹിമാലയം വരുന്നത് സത്ലജിനും കാളിക്കും ഇടയിലാണ്. എന്ത് വരുന്നത്? കുമയൂൺ ഹിമാലയം വരുന്നത്. അത് അവിടുത്തെ പ്രധാന പർവ്വത നിരകളാണ് തൃശൂൽ, നന്ദ, ദേവി എന്നിവ. ഈ സിന്ധു, ഗംഗ എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശങ്ങളൊക്കെ കാണപ്പെടുന്നത് ഈ കുമയൂൺ ഹിമാലയത്തിൽ തന്നെയാണ് കാണപ്പെടുന്നത്. അടുത്ത നേപ്പാൾ ഹിമാലയം വരുന്നത് കാളിക്കും ടീസയ്ക്കും ഇടയിലായിട്ടാണ് വരുന്നത്. അവിടെ കാണുന്ന പർവ്വത നിരകളാണ് മൗണ്ട് എവറസ്റ്റും കാഞ്ചൻജംഗയൊക്കെ കാണപ്പെടുന്നത് നേപ്പാൾ ഹിമാലയത്തിലാണ്. അടുത്തത് ആസാം ഹിമാലയം. അത് വന്നിട്ട് ടീസയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. അവിടെ കാണുന്ന പ്രധാന പർവ്വത നിരകളാണ് കിഴക്കൻ മലനിരകൾ എന്ന് പറയാം. അപ്പോൾ ആസാം, നേപ്പാൾ, കുമയൂൺ, പഞ്ചാബ് അല്ലെങ്കിൽ കാശ്മീർ ഹിമാലയം എന്നറിയപ്പെടുന്നു. അപ്പോൾ സിന്ധു, സത്ലജ്, പിന്നെ ഏതാ വരുന്നത്? കാളി, ടീസ. സിന്ധു, സത്ലജ്, കാളി, ടീസ, ബ്രഹ്മപുത്ര ഇതൊക്കെയാണ് നദികൾ വരുന്നത്. ഈ നദികൾക്കിടയിലൊക്കെയാണ് ഇവ കാണപ്പെടുന്നത്. അപ്പം അത് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തര മഹാസമതലത്തിലെ ഇന്ത്യൻ സമതലങ്ങളാണ് പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത്. ഈ പഞ്ചാബ് ഹരിയാന സമതലം രൂപീകരണത്തിന് സഹായിച്ച നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സിന്ധുവും പോഷക നദികളാണ്. പഞ്ചാബ് ഹരിയാന, നമ്മൾ നേരത്തെ പഞ്ചാബിൻ്റെ കാര്യം, പഞ്ചാബ് ഹിമാലയം പറഞ്ഞപ്പോൾ അവിടെയും സിന്ധു വന്നിട്ടില്ല. അപ്പോൾ സിന്ധുവും പോഷക നദികളും എന്ന് പഠിച്ചു വയ്ക്കുക. അടുത്ത രാജസ്ഥാൻ മരുസ്ഥലി ബാഗർ സമതലം. അവിടെ വരുന്ന ആ സമതലം രൂപീകരണത്തിന് സഹായിച്ചത് ലൂണി സരസ്വതി നദികളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഏത് നദികളുടെയൊക്കെ പറഞ്ഞത്? സിന്ധു, സത്ലജ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ വരുന്നത് ലൂണി സരസ്വതി നദിയാണ് കേട്ടോ വരുന്നത്. അടുത്തത് ഗംഗ യമുന സമതലം. അവിടെ ഗംഗയുടെ പോഷക നദികളാണ് വരുന്നത്. പ്രദേശ രൂപീകരണത്തിന് സഹായിച്ചത് ഗംഗയുടെ പോഷക നദികളാണ്. അടുത്തത് ആസാം സമതലം അല്ലെങ്കിൽ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നു. അപ്പോൾ അവിടെ ഏതായിരിക്കും? ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് വരുന്നത്. നമ്മൾ നേരത്തെ നദിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞപ്പോൾ ആസാം, ഹിമാലയം, ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ആസാം സമതലം, ബ്രഹ്മപുത്രയും പോഷക നദികളും എന്ന് ഓർത്തു വയ്ക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിലുള്ള തരംതിരിവ് ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അടുത്തത് ഹിമാലയൻ നദികളെയും അതുപോലെ തന്നെ ഉപദ്വീപീയ നദികളുടെയും വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
ഹിമാലയൻ നദിയുടെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് ഹിമാലയ പർവ്വതങ്ങളിൽ നിന്നായിരിക്കും. എവിടെ നിന്നാണ്? ഹിമാലയ പർവ്വതങ്ങളിൽ നിന്നായിരിക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും മധ്യ ഉന്നത തടത്തിൽ നിന്നുമാണ് ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ എവിടെ നിന്നായിരിക്കാം? ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നാണ് എന്തുണ്ടാവുക? ഉപദ്വീപീയ നദിയുടെ ഉത്ഭവം ഉണ്ടാവുക. ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞാൽ അത് വറ്റാത്തവയായിരിക്കാം. എന്താണ് പറഞ്ഞാൽ ഒന്നിലെ മഴ പെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മഞ്ഞുരുകിയിട്ടുള്ളതായിരിക്കാം അവിടെ വെള്ളം ഉണ്ടാവുക. അതുകൊണ്ട് ഹിമാലയൻ നദികൾ വറ്റത്തേ ഇല്ല. ഉപദ്വീപീയ നദികൾ എന്തായിരിക്കുക? അത് മൺസൂണിനെ ആശ്രയിച്ചിട്ടുള്ളതായിരിക്കാം. അപ്പോൾ അത് മഴയുള്ള ആ സമയങ്ങളിലായിരിക്കാം കൂടുതലായിട്ടുണ്ടാവുക. അതുപോലെ ഹിമാലയൻ നദിയുടെ നീരൊഴുക്ക് എന്ന് പറയുന്നത് എന്താണ്? സമതല പ്രദേശങ്ങളിൽ വൃക്ഷ ശിഖര മാതൃക തീർക്കുന്ന പൂർവകാലീന നീരൊഴുക്കാണ്. എന്താണ്? വൃക്ഷ ശിഖര മാതൃക തീർക്കുന്ന പൂർവകാലീന നീരൊഴുക്കായിരിക്കുക ഏതിനുണ്ടാവുക? ഹിമാലയൻ നദികൾക്ക്. എന്നാൽ ഉപദ്വീപീയ നദികൾക്ക് ചാലായുധ കേന്ദ്ര പ്രഭവ ചതുരാകൃതി മാതൃകയായിരിക്കാം ഉപദ്വീപീയ നദികൾക്ക്. അതുപോലെ ഹിമാലയൻ നദികളുടെ നീളമേറിയ ചാലുകളോ അതുപോലെ നദി അപഹരണം, സമതലങ്ങളിൽ വലയങ്ങൾ രൂപപ്പെടുത്തൽ, ഗതിമാറി ഒഴുകൽ എന്നിവയെല്ലാം കാണപ്പെടും എവിടെ? ഹിമാലയൻ നദികളിൽ. ഉപദ്വീപീയ നദികളിലോ കൃത്യമായ ക്രമീകരിക്കപ്പെട്ട താഴ്വരകളോട് കൂടിയ ചെറുതും സ്ഥിരതയുമുള്ള ചാലുകളാണ് ഉപദ്വീപീയ നദികളിൽ കാണുക. അതുപോലെ ഹിമാലയൻ നദികളുടെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് വളരെ വിസ്തൃതമായ തടങ്ങളാണ് കാണുന്നത്. എന്നാൽ ഉപദ്വീപീയ നദികളുടെ താരതമ്യേന വിസ്തൃതി കുറഞ്ഞ തടങ്ങളാണ് കാണപ്പെടുക. അതുപോലെ ഈ ഹിമാലയൻ നദികൾക്ക് താഴ്വരകളുടെ ആഴം വർദ്ധിപ്പിക്കുന്ന യുവത്വഘട്ടത്തിലെ തീവ്ര ശക്തിയുള്ള നീരൊഴുക്കാണ് ഉണ്ടായിരിക്കുക. ഉപദ്വീപീയ നദികൾക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ അപക്ഷയത്തിലൂടെ ഏറെക്കുറെ നിരപ്പായ തലങ്ങളിൽ എത്തിച്ചേർന്ന പ്രായാധിക്യമുള്ള നദികളാണ് ഉപദ്വീപീയ നദികളിൽ ഉണ്ട്. കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. കരിമ്പും ഉരുളക്കിഴങ്ങും ഗോതമ്പും ഒക്കെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലാണ്. അതുപോലെ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. നെല്ലും ചണവും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. കേരളത്തിലാണ് ഏലം, റബ്ബർ, ചുക്ക്, മരച്ചീനി എന്നിവയെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ്. മധ്യപ്രദേശിലാണ് ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്നത്. നിലക്കടല, സസ്യ എണ്ണ, പരുത്തി എന്നിവയെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്തിലാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ്. അതുപോലെ ജോവർ, കശുവണ്ടി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. കർണാടകയിലാണ് റാഗി, ചന്ദനം, കാപ്പി എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. സോയാബീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചോദിക്കുകയാണ് പറഞ്ഞാൽ അത് ആസാമിലാണ്. എവിടെയാണ്? ആസാമിലാണ് തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച നാണ്യവിളയാണ് കരിമ്പ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യവിള ചോദിക്കുകയാണ് പറഞ്ഞാൽ ഗോതമ്പാണ്. ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് കേന്ദ്ര കൃഷി മന്ത്രിയാണ് സി സുബ്രഹ്മണ്യം എന്ന് പറയുന്നത്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോങ് ആണ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ചിട്ട് എക്സാമിന് പോവുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.